അക്ഷരക്കാലം പരിസമാപ്തിയിലേക്ക്. വായനയുടെ വസന്തമൊരുക്കിയ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് 6 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരിതെളിഞ്ഞത്. ഇവിടെ കണ്ട കാഴ്ചകളിലേക്കാണ്. പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടർ, അക്ഷരങ്ങളിൽ കരുത്തു നിറച്ച് നിലപാടറിയിക്കുന്നത്. ഞാൻ കടലാകുന്നു എന്ന് പറയുന്നവർക്കാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇതിന് ശേഷം ഇറങ്ങിയ എത്രയും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്നത് ഞാൻ വായിച്ചു. ഞാൻ ടീച്ചറാണ്. അപ്പോൾ ആ ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ബുക്കാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് എല്ലാവരോടും പറയാറുണ്ട് ആ ബുക്ക് വായിക്കണമെന്ന്. കാരണം എന്താണ്, അവരാദ്യം സ്നേഹിക്കേണ്ടത് അവരവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു മെസ്സേജ് ഈ കാലത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ബുക്കാണ് ഇന്ന് ആ വിജയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ എത്രയും ഷെയർ ചെയ്യപ്പെടുകയും കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെ വരും. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ വായന പ്രത്യക്ഷമായി അങ്ങനെ അന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ സ്കൂളിൽ ലൈബ്രറിയിൽ കുട്ടികളെ ഈ ബുക്ക് വായിക്കാറുണ്ട്. പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ കണ്ണുടക്കി പുസ്തകത്താളുകളിലൂടെ വിരലോടിക്കുന്നവർ, അക്ഷരപ്രേമികളെ സ്വാഗതം ചെയ്ത് ബുക്ക് സ്റ്റോളുകൾ, എത്ര തിരഞ്ഞിട്ടും തിരച്ചിൽ മതിയാക്കാത്തവർ. നനയുവാൻ ഞാൻ കടലാകുന്നു, നിസാർ നിഷിന്ദ, പൂർണ്ണാനന്ദ, പിന്നെ PK അനിൽകുമാറിൻ്റെ ലഹരി കൊണ്ട് മുറിവേറ്റവൻ്റെ കുമ്പസാരം, പിന്നെ ജീവിതം ഒരു കൽപ്പന കൊണ്ടാണ്. തെരഞ്ഞെടുത്ത പുസ്തകങ്ങളെ ഇഴകീറി വായിച്ച് ശക്തമായ നിലപാടറിയിക്കുന്നു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് അനന്തപുരിയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് അക്ഷരപ്രേമികൾ മടങ്ങിയത്. ഒരുപാട് ബുക്കുകൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും കാണാനും പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കാണാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരിടമാണ്.